നമസ്കാരം. എൻ്റെ പേര് ലക്ഷ്മി മിശ്ര. ഞാൻ ഇടുക്കി തൊടുപുഴ സ്വദേശിനിയാണ്. ഞാൻ പാലാ സെന്റ് തോമസ് കോളേജിൽ BVOC സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ വിഭാഗത്തിലെ 3ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ്. ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഗാർഹിക കമ്പോസ്റ്റാണ്. ഈ കമ്പോസ്റ്റ് നിർമ്മിക്കുന്നത് അടുക്കളയിൽ നിന്ന് ലഭ്യമാകുന്ന മാലിന്യത്തിൽ നിന്നാണ്. ആദ്യം ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ കാലഘട്ടത്തിൽ ജനങ്ങൾ വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒന്നാണ് ജൈവ കൃഷി. അത്തരത്തിലുള്ള കൃഷികൾക്ക് വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്ന ജൈവവളമാണ് ഗാർഹിക കമ്പോസ്റ്റ്. അടുക്കളയിൽ നിന്ന് ദിവസേന പുറന്തള്ളപ്പെടുന്ന ജൈവ മാലിന്യങ്ങൾ ഉപയോഗപ്രദമാക്കാൻ ഗാർഹിക കമ്പോസ്റ്റിലൂടെ സാധിക്കും. ഈ ഗാർഹിക കമ്പോസ്റ്റ് നിർമ്മിക്കാൻ 3 മൺകലങ്ങൾ അഥവാ 3 പ്ലാസ്റ്റിക് ബക്കറ്റുകൾ മാത്രമാണ് ആവശ്യമായി വരുന്നത്. ഇനി ഗാർഹിക കമ്പോസ്റ്റ് എങ്ങനെ നിർമ്മിക്കാം എന്ന് നമുക്ക് നോക്കാം. ആദ്യം മൺകലങ്ങൾ എടുത്ത് ഈ പല ഭാഗങ്ങളായി ഇതുപോലെ ദ്വാരങ്ങൾ ഇടുക. ഇതുപോലെ തന്നെ ബാക്കി മൺകലങ്ങളും ദ്വാരങ്ങളും ഇടുക. അതിനുശേഷം 3 കലങ്ങളും മുകളിലായി വെക്കുന്നു. വായുസഞ്ചാരം കൊടുത്തുള്ള ഒരു ജൈവ സംസ്കരണ രീതിയാണിത്. അതിനാലാണ് ഇതിൽ ദ്വാരങ്ങൾ ഇടുന്നത്. ആദ്യത്തെ മൺകലം എടുക്കുക. അതിലേക്ക് ആദ്യം ഒരു ലെയർ മണ്ണ് ഇട്ടുകൊടുക്കുക. അതിനുശേഷം അതിന് മുകളിൽ ഒരു ലെയർ കരിയില ഇട്ടുകൊടുക്കുക. വായുസഞ്ചാരം കൂട്ടാൻ വേണ്ടിയിട്ടും ഈർപ്പമുള്ളത് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടുമാണ് കരിയിലകൾ ഇട്ടുകൊടുക്കുന്നത്. അതിനു മുകളിൽ പേപ്പർ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചത് ഒരു ലെയർ ഇട്ടുകൊടുക്കുക. നമ്മുടെ കമ്പോസ്റ്റിന് ആവശ്യമായ കാർബൺ പേപ്പറിലും കരിയിലയിലും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പേപ്പറും കരിയിലയും ഇതിൽ ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് വേസ്റ്റ് ഇട്ടുകൊടുക്കുക. വേസ്റ്റ് എന്ന് പറയുമ്പോൾ പഴം, പച്ചക്കറി വേസ്റ്റുകൾ, മുട്ടത്തോല് എന്നിവ ചേർക്കാം. വേവിച്ച ഭക്ഷണ സാധനങ്ങളോ ഇറച്ചി, മീൻ എന്നിവയുടെ വേസ്റ്റോ മധുരമുള്ള സാധനങ്ങളോ ഒന്നും ഇതിൽ ഇടാൻ പാടില്ല. മധുരമുള്ളവ ഇട്ടാൽ ഉറുമ്പിന്റെ ശല്യം ഉണ്ടാകും. ഇതിനകത്ത് ഖരമാലിന്യങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ദ്രാവക വസ്തുക്കൾ ഉപയോഗിക്കരുത്. ജലാംശമുള്ള വസ്തുക്കൾ ഇതിൽ ഇടാൻ പാടില്ല. വേഗം ജീർണിച്ച് കമ്പോസ്റ്റായി മാറുന്നതിന് വേണ്ടി തൈരോ അല്ലെങ്കിൽ ചാണകമോ ചേർത്ത് കൊടുക്കാം. സൂക്ഷ്മജീവികളാണ് ഇതിലുള്ള പദാർത്ഥങ്ങളെ കമ്പോസ്റ്റാക്കി മാറ്റുന്നത്. സൂക്ഷ്മജീവികളുടെ ഇനോകുലമായിട്ടാണ് ഈ തൈരും ചാണകവും പ്രവർത്തിക്കുന്നത്. ഞാൻ ഇപ്പോ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. ഇനി ഇതിന് മുകളിലേക്ക് ഒരു ലെയർ മണ്ണിട്ട് കൊടുക്കുക. ഈ കലം മറ്റ് 2 കലങ്ങളുടെ അടിയിലായി വെക്കുക. ഇപ്പോൾ ഏറ്റവും മുകളിൽ ഇരിക്കുന്ന കലത്തിൽ 2ാമത്തെ ദിവസത്തെ വേസ്റ്റ് നിറയ്ക്കുക. ഇതും മറ്റു 2 കലങ്ങളുടെ അടിയിലായി വെക്കുക. കലത്തിന്റെ വലുപ്പം അനുസരിച്ച് എല്ലാ കലങ്ങളും നിറയുന്നതുവരെ ഈ പ്രക്രിയ തുടരുക. വലിയ കലങ്ങൾ എടുക്കുന്നതാണ് നല്ലത്. എല്ലാ കലങ്ങളും നിറഞ്ഞതിനു ശേഷം മൂടി വെക്കുക. ഈ കമ്പോസ്റ്റ് മഴ കൊള്ളാതെയും നേരിട്ട് സൂര്യപ്രകാശം തട്ടാതെയും തണൽ ലഭിക്കുന്ന സ്ഥലത്ത് വേണം വെക്കാൻ. ഏകദേശം 30-45 ദിവസമാവുമ്പോഴേക്കും നമുക്ക് ആവശ്യമായ ജൈവവളം ഇതിൽ നിന്ന് ലഭിക്കും. ഈ കമ്പോസ്റ്റ് ആകാനെടുക്കുന്ന സമയം കൊണ്ട് ഇതുപോലെ തന്നെ 3 പുതിയ കലങ്ങൾ എടുത്ത് അടുത്ത കമ്പോസ്റ്റ് നിർമ്മിക്കാവുന്നതാണ്. ഏകദേശം 45 ദിവസത്തിനു ശേഷം ഈ ഗാർഹിക കമ്പോസ്റ്റിൽ നിന്ന് ലഭിച്ച വളമാണിത്. ഇതിന് ദുർഗന്ധമൊന്നും തന്നെ ഇല്ല.
മൺകലങ്ങളിലാണ് ചെയ്തത് എങ്കിലും 3 പ്ലാസ്റ്റിക് ബക്കറ്റുകളും ഈ രീതിയിൽ തന്നെ ചെയ്യാവുന്നതാണ്. ഏതിലായാലും ദ്വാരങ്ങളിടുക ആവശ്യം തന്നെയാണ്. കാരണം വായുസഞ്ചാരം കൊണ്ടുള്ള ജൈവ സംസ്കരണ രീതിയാണിത്. അടുക്കളയിൽ നിന്നുള്ള ജൈവ മാലിന്യങ്ങൾ ഫലപ്രദമായ രീതിയിൽ വളമാക്കി മാറ്റാൻ ഈ ബാക്ടീരിയ കമ്പോസ്റ്റിലൂടെ സാധിക്കുന്നു. നന്ദി.